ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് 2025 ജൂൺ മാസം 27-ാം തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 4-ാമത്തെയും അവസാനത്തെയും വെള്ളിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. എസ്ര ചാപ്റ്റർ 4 വേഴ്സ് 4 നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ദേശനിവാസികൾ യഹൂദജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. എസ്രായുടെ പുസ്തകത്തിന്റെ പ്രമേയം നമുക്കേവർക്കും പരിചിതമാണ്. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകേണ്ടതിന് ദൈവം കോരേശിന്റെ മനസ്സിനെ ഉണർത്തുകയും കോരേശ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും അതനുസരിച്ച് 70 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം 1-ാമത്തെ ഘട്ടം ആളുകൾ യെരുശലേമിലേക്ക് മടങ്ങിയെത്തുന്നു. അവർ മടങ്ങിയെത്തിയതിന് പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഇടിഞ്ഞ് പൊളിഞ്ഞ് തീ വെച്ച് ചുട്ട് നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ആത്മാവായിരിക്കുന്ന ജെറുസലേം ദൈവാലയം പുതുക്കിപ്പണിയുക. നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ ഏകദേശം 70 വർഷത്തിന് പുറകിൽ കൊള്ളയിട്ട് തീവച്ച് തകർത്ത ജെറുസലേം ദൈവാലയം പുതുക്കിപ്പണിയുന്ന പദ്ധതിയിലേക്ക് ജനം പ്രവേശിച്ചു. 1-ാം ഘട്ടത്തിൽ പ്രഭുക്കന്മാരും ലേവ്യരും പ്രധാനപ്പെട്ടവരും ഉൾപ്പെടെ വന്ന് നാം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവർ ഇതാ ദൈവാലയ പണി ആരംഭിക്കുന്നു. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല എന്നും നാം 3-4 അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടുത്തെ ദൈവജനത്തിന്റെ എതിരാളികൾ പ്രവാസികൾ മടങ്ങി വന്ന് തങ്ങളുടെ ദൈവാലയം പണിയുവാൻ ആരംഭിച്ചു എന്ന് കേട്ടപ്പോൾ അടങ്ങിയിരുന്നില്ല. പുതിയ ഒരു നയവുമായി ഇവരുടെ അടുക്കൽ വന്നുകൂടി. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ നന്മയിൽ, ഉയർച്ചയിൽ, വളർച്ചയിൽ, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിലൊന്നും സന്തോഷമില്ലാത്തവർ, തൃപ്തിയില്ലാത്തവർ, ഒരു വിധത്തിലും നമ്മളുടെ നന്മ കാണുവാൻ ആഗ്രഹമില്ലാത്തവർ പല വഴികൾ നോക്കും നമ്മളെ തകർക്കുവാൻ. ആ വഴികളൊന്നും പ്രയോജനമാകുന്നില്ല അഥവാ ഫലപ്രദമാകുന്നില്ല എന്ന് കാണുമ്പോൾ അവർ അടുത്ത ഒരു പുതിയ തന്ത്രം പ്രയോഗിക്കും. അത് നയപരമായ സമീപനമാണ്. നമ്മളോട് ചേർന്ന് നിന്ന്, കൂടെ നിന്ന് നമ്മുടെ സ്നേഹം, ഇഷ്ടം, പ്രതിപത്തി പിടിച്ചു പറ്റും. ഇവിടെയും അതാണ്. ഞങ്ങളും കൂടെ നിന്ന് ദൈവാലയം പണിയാം. ഉടനെ നേതാക്കന്മാര്, ശൈത്യരുൾപ്പെടെ എല്ലാവരും പറഞ്ഞു, വേണ്ട, നിങ്ങളും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങൾ പണിഞ്ഞുകൊള്ളാം, ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യാം,
തുടക്കത്തിൽ തന്നെ അവരെ ഒഴിവാക്കുന്നു. എന്നാൽ അതുകൊണ്ടവർ ഒതുങ്ങുന്നില്ല, അടങ്ങുന്നില്ല. ഇവരെ പ്രദേശവാസികളെ ഇളക്കി ഈ ഇസ്രായേൽ ജനത്തെ പേടിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണെങ്കിലും ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരിലും അല്ലെങ്കിലും ചിലരിലെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. തുടർന്നുള്ള 5, 6, 7 വാക്യങ്ങളിൽ കാണുന്നുണ്ട്, ഇവർ പണം കൊടുത്ത് ആളിനെ വശീകരിച്ച് ഇവർക്കെതിരെയുള്ള ലേഖനങ്ങൾ, എഴുത്തുകൾ എഴുതി അയക്കുന്നു. എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഇന്ന് വാഗ്ദത്ത വചനത്തിൽ ഇവയെക്കാട്ടിലൊക്കെ ഉപരിയായി ഒരേ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന. ആരെയെല്ലാം സ്വാധീനിച്ച് അവരുടെ പ്രധാന ലക്ഷ്യമായ യെരുശലേം ദൈവാലയം പണിയുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും അത് പറ്റാതെ വന്നപ്പോൾ കൂടെ നിന്ന് അതിൽ ചതി കലർത്തി തകർക്കുവാൻ നോക്കിയപ്പോൾ അത് പറ്റാതെ വന്നപ്പോഴും ദേശവാസികളെ കൊണ്ട് ഭയപ്പെടുത്തി പണി നിർത്തിവെക്കാൻ ശ്രമിച്ചപ്പോൾ അതും നടന്നില്ല. തുടർന്ന് അവർ പല കാര്യങ്ങൾ ചെയ്തെങ്കിലും ദൈവമക്കളെ, അവരുടെ ഉദ്യമത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും മടങ്ങി വന്ന ദൈവജനം പിന്മാറാതെ ദൈവാലയ പണിയുമായി മുൻപോട്ട് പോയി. എന്നെയും നിങ്ങളെയും കൂടെ നിൽക്കുന്നവർ ചതിക്കട്ടെ, ഭയപ്പെടുത്തട്ടെ, ഒറ്റപ്പെടുത്തട്ടെ, കുറ്റം പറയട്ടെ, മാറ്റി നിർത്തട്ടെ, പക്ഷേ ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിച്ച ഒരു ലക്ഷ്യമുണ്ട്, കണ്ട ഒരു ദൈവമുണ്ട്, വിളിച്ച ഒരു ദൈവമുണ്ട്, വയൽ പ്രദേശത്ത് ആക്കി വെച്ച ഒരു ദൈവമുണ്ട്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ജോലി സ്ഥാനത്ത് വല്ലാതെ ഞെരുങ്ങുന്നുണ്ടോ? പലർ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. നിങ്ങളുടെ പഠന മേഖലകളിൽ, ഹോസ്റ്റൽ ജീവിതങ്ങളിൽ, നിങ്ങളുടെ സുപ്പീരിയേഴ്സ്, എന്തിന് ചിലയിടങ്ങളിൽ സബോർഡിനേറ്റ്സ് പോലും നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഭവനത്തിൽ, സഭയിൽ, നിങ്ങൾ ഇടപെടുന്ന സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിങ്ങൾ വല്ലാതെ ഞെരുങ്ങി വിഷമിക്കുന്നുണ്ടോ? നിങ്ങളെ ആരൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടോ? അത് ഫോണിൽ കൂടെയോ, കത്തുകളിൽ കൂടെയോ, മറ്റു പലരിൽ കൂടെയോ, നിയമത്തിന്റെ കത്തുകൾ അയച്ചോ, ഏത് വിധത്തിലാണെങ്കിലും നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ഭയക്കുന്നുണ്ടോ? വേണ്ട, നിങ്ങളെ വിളിച്ച ഒരു ദൈവമുണ്ട്. പ്രവാസത്തിൽ നിന്നും, അതായത് അടിമത്വത്തിൽ നിന്നും വിടുവിച്ച് ഘട്ടം ഘട്ടമായി യെരുശലേമിലേക്ക് കൊണ്ടുവന്നത് വീണ്ടും മറ്റുള്ളവരെ ഭയപ്പെടാനല്ല, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണതയിൽ എത്തിക്കുവാനാ. പ്രിയമുള്ളവരെ, നമ്മെ എന്നും അടിമ നുകത്തിൻ കീഴിൽ ഇടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഏത് വിഷയത്താൽ മനം നൊന്ത്, ഭാരപ്പെട്ട്, വിഷമിച്ച്, സങ്കടത്തോടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമുണ്ടോ? നിങ്ങളെ പേടിപ്പിച്ചത് ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളെ പേടിപ്പിച്ചതിന്റെ പിന്നിലെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, അതിലൊന്നും ഭയപ്പെടാതെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ കരിയർ
ഇന്നൊരു വലിയ വെല്ലുവിളിയാണ്. നിൽക്കുന്ന നിൽപ്പിൽ ജോലി നഷ്ടപ്പെടുന്നു. കോർപ്പറേറ്റ് ലൈഫുകൾ വല്ലാത്ത സ്ട്രെസ് നൽകുന്നു. നാളെ ജോലിക്ക് ചെല്ലുമ്പോൾ എന്താണ് എന്നുള്ള ഭയം നിങ്ങളെ വല്ലാതെ അലട്ടുന്നു. ഇങ്ങനെ പറഞ്ഞും പറയാതെയും വല്ലാതെ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പേടിപ്പിക്കുന്നവരെ, ഭയപ്പെടുത്തുന്നവരെ ഓർത്ത് വ്യാകുലപ്പെടരുത്. ഇസ്രായേൽ ജനം ചെയ്തതുപോലെ പ്രാർത്ഥനയോടെ ചുവടുകൾ മുൻപോട്ട് വെക്കുക. തമ്പുരാൻ വിളിച്ചിറക്കിയെങ്കിൽ നിങ്ങളെ ആ ജോലി സ്ഥാനത്ത്, നിങ്ങൾ പഠിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾ ഇന്ന് നേരിടുന്ന ആരോഗ്യ, മാനസിക, സാമ്പത്തിക, ശാരീരിക, കുടുംബപരമായ വെല്ലുവിളികളിൽ അതിനെ ജയത്തോടെ നേരിടുവാൻ ഉയരത്തിലെ കൃപയും ശക്തിയും സ്വർഗീയ പരിജ്ഞാനവും തമ്പുരാൻ നൽകി മാനിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഭയപ്പെടാനോ പേടിപ്പിച്ചു എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാനോ അല്ല പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത്. കാരണം നമ്മുടെ ദൈവം ജയാളിയാണ്, ജയിച്ചവനാണ്. ജയിച്ച ജയവീരനായ ദൈവത്തിന്റെ മക്കളാണ് നാം. നമ്മളെ പേടിപ്പിക്കുന്നവരെ കണ്ട് ഭയപ്പെട്ട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി അല്ല തമ്പുരാൻ തന്റെ സ്വപുത്രനെ, ഏകജാതനായ പുത്രനെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച് അവസാനത്തുള്ള രക്തം നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. കർത്താവ് മരണത്തെയും പാതാളത്തെയും പിശാചിനെയും ജയിച്ചുവെങ്കിൽ ആ ജയിച്ച കർത്താവിന്റെ നല്ല മക്കളായി ദൈവകൃപയോടെ മുന്നേറാം. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ദൈവകൃപയിൽ നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി കർത്താവിന്റെ പാദാന്തികെ സമർപ്പിക്കാം. തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസശേഷം തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന് തങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം ജെറുസലേം ദേവാലയം പണിയാൻ ആരംഭിച്ചപ്പോൾ അവർ ഒന്നല്ല പല പല പ്രതികൂലങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. അവർ പേടിച്ചു. എന്നാൽ അവർ പേടിച്ചുവെങ്കിലും അതിൽ വീണുപോയില്ല. അവർക്കെതിരെ പല പല തന്ത്രങ്ങൾ ശത്രു പ്രയോഗിച്ചു. അവിടെ എങ്ങും പിന്നോട്ട് പോകാതെ ധൈര്യത്തോടെ മുന്നേറി തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചതുപോലെ ഇന്നിന്റെ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ, ഭാരങ്ങളെ പ്രാർത്ഥനാപൂർവം അതിജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അപ്പാ ഞങ്ങളുടെ ചുറ്റും വൈരികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പേടിപ്പിക്കുന്നവരുണ്ട്, ഭയപ്പെടുത്തുന്നവരുണ്ട്, നിന്നെയും പരിഹാസവും ചൊരിയുന്നവരുണ്ട്. അവരെ കണ്ട് പിന്മാറുവാനല്ല, ജയാളിയായ ജയവീരനായ കർത്താവിന്റെ പിന്നാലെ ജയിക്കുന്ന മക്കളായി മുന്നേറുവാൻ ഞങ്ങളെ എവിടുന്ന് ഒരുക്കണം. ഇന്ന് ഈ ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ വചനത്താൽ ശക്തിപ്പെടുത്തി ദൈവകൃപയോടെ ഇന്നിന്റെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകളാലും ഉയരത്തിലെ ശക്തിയാലും നിറച്ച് സന്തോഷകരമായ ജീവിതം നയിപ്പാൻ ഇടയാക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ ദുഷ്ടൻ പല വാക്കുകളും പല പ്രശ്നങ്ങളും പല ചിന്തകളും ഇട്ട് നമ്മെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, പേടിപ്പിക്കുവാൻ പദ്ധതിയിടുമ്പോൾ വീണുപോകരുത്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പോ പിശാചേ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മുന്നേറണം.
പിശാച് തോറ്റ് പിന്നിൽ പോകും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, ഉത്തരവാദിത്വങ്ങൾ, ജോലികൾ എല്ലാം നിറപടിയായി ചെയ്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള സ്വർഗീയ വിളിക്ക് പങ്കുകാരായി സന്തോഷകരമായ ജീവിതം നയിപ്പാൻ ഇന്ന് പകൽ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.